الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا فمن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അതിമഹത്തായ സ്ഥാനമാനങ്ങളുള്ളതാണ് ദിക്ർ ദുആകൾക്ക്. നമുക്ക് കരുത്തും ആവേശവും പകരുന്നതും നമ്മുടെ കയ്യിലുള്ള മൂർച്ചയുള്ള ആയുധവുമാണ് ദുആ. ഏത് സാഹചര്യത്തിലും അതെത്ര പ്രതികൂലമാണ് എങ്കിലും പതറാതെ മുന്നേറുവാനുള്ള ആവേശവും ഊർജവും പകരുന്ന ഇന്ധനവുമാണ് ദുആ എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അവിടുന്ന് ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നതുമായ ദുആകൾക്ക് കൂടുതൽ പ്രാധാന്യവും സ്ഥാനവുമുണ്ട്. നമ്മൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന പ്രാർത്ഥനാ വചനങ്ങളെക്കാൾ വിശാലവും
അർത്ഥ ഗാംഭീര്യവുമുള്ള ധാരാളം ഖൈറാത്തുകൾ, നന്മകൾ അടങ്ങിയതുമായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ, ദുആകൾ. പല ദുആകളുടെയും അർത്ഥം ഗ്രഹിച്ച് നമ്മളൊന്ന് ആലോചിച്ചാൽ അതിന്റെ വിശാലതയും ആഴവും പരപ്പുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അതുപോലെ അതിന്റെ ഇജാസ് അഥവാ അത് ദൈവികമാണ്, പടച്ചറബിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും. കാരണം ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കുവാൻ പറ്റുന്ന, അല്ലെങ്കിൽ അയാളുടെ ആലോചനയിൽ വരുവാൻ യാതൊരു സാധ്യതയുമില്ലാത്തത്ര അർത്ഥഗാംഭീര്യമുള്ള, ആശയ തലങ്ങളുള്ള വചനങ്ങളാണ് അവയൊക്കെ എന്നുള്ളത് പഠനവിധേയമാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതിയാണ്. അത്രമാത്രം വിശാലമായ അർത്ഥതലങ്ങൾ ആ ദുആകൾക്കുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് പോലെ കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജിബുഹു അൽ ജവാമിഉ മിനദ് ദുആ വയദഉ മാ ബൈന ദാലിക്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ധാരാളം ആശയങ്ങൾ അടങ്ങുന്ന പ്രാർത്ഥനാ വചനങ്ങൾ. ബാക്കിയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വിടുമായിരുന്നു. അഥവാ ചില ചെറിയ വാചകങ്ങളിലൂടെ കുറെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത് എന്ന് സ്വഹാബത്ത് ഇക്കാര്യം എടുത്തു പറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവർ കേട്ടുപഠിച്ചതും അവർക്ക് ചൊല്ലിക്കൊടുത്തതുമൊക്കെയായ ദുആകളുടെ താല്പര്യം അവർ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ വ്യത്യാസത്തെ സംബന്ധിച്ച് അവർ പലപ്പോഴും അനുസ്മരിച്ച രംഗങ്ങൾ ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമസ്കാരത്തിൽ സ്വലാത്തും സലാമും എങ്ങനെ വേണമെന്നുള്ള വിഷയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളും സ്വലാത്തും സലാമും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് സത്യവിശ്വാസികളായ സ്വഹാബത്ത് ആ വിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്ന കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലമ ഫവാത്തിഅൽ ഖൈരി വജവാമിഅഹു. എല്ലാ നന്മകളുടെയും ഖജനാവ്, അതിന്റെ ഭണ്ഡാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. എല്ലാ നല്ല ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന വചനങ്ങൾ ആ പ്രവാചകന്റെ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് പകർന്നെടുക്കുവാൻ സാധിച്ചു. വഇന്നാ ലാ നദ്രി മാ നഖൂലു ഫീ സ്വലാത്തിനാ ഹത്താ അല്ലമനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ആ പ്രാർത്ഥനാ വചനങ്ങൾ പഠിപ്പിച്ചു തരുന്നത് വരെയും എങ്ങനെയായിരിക്കണം അത് നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായി ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ദുആകൾ സ്വഹാബികൾ കേൾക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അത് ഹൃദയസ്ഥമാക്കാൻ, ഹിഫളാക്കാൻ കഴിയാത്ത സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദഅൗത ബിദുആഇൻ കസീർ, ധാരാളം അർത്ഥങ്ങളുള്ള നിരവധി പ്രാർത്ഥനകൾ അങ്ങ് പ്രാർത്ഥിച്ചല്ലോ, ലം നഹ്ഫൽ മിൻഹു ശൈഅ, അതൊന്നും ഞങ്ങൾക്ക് ഹൃദയസ്ഥമാക്കാൻ, ഹിഫളാക്കാൻ സാധിച്ചില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അലാ അദുല്ലുക്കും അലാ മാ യജ്മഉ ദാലിക കുല്ലഹു. ഞാൻ പറഞ്ഞ എല്ലാ പ്രാർത്ഥനയെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനാ വചനം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ പഠിപ്പിച്ചു തരാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, തഖൂൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക മിൻഹു നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് എല്ലാ നന്മകളെ കുറിച്ചും ചോദിക്കുകയാണ്. മാ സഅലക മിൻഹു നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച സകലമായ നന്മകളും അല്ലാഹുവേ ഞങ്ങളും ചോദിക്കുന്നു. വനഊദു ബിക മിൻ ശർരി മസ്തആദ മിൻഹു നബിയ്യുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെല്ലാം ഷർറുകളിൽ നിന്ന് പ്രവാചക തിരുമേനി അല്ലാഹുവേ നിന്നോട് കാവലിനെ തേടിയിട്ടുണ്ടോ ആ എല്ലാ ഷർറുകളുടെ കെടുതികളിൽ നിന്നും ഞങ്ങളും നിന്നോട് കാവലിനെ തേടുന്നു. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ എല്ലാ വചനങ്ങളും, എല്ലാ നന്മകളും, എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആ പ്രാർത്ഥനാ രീതി സ്വഹാബത്തിന്റെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുന്നു. അതിനാൽ
പരമാവധി ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന ദിക്റുകൾ, ദുആകൾ നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ദുആ ചെയ്യുവാനും പ്രത്യേകം മനസ്സ് വെക്കേണ്ടതുണ്ട്. നമുക്ക് പലർക്കും അറിയാവുന്ന അത്തരത്തിലുള്ള ചില ദുആകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചെയ്തിരുന്ന ഒരു ദുആ. പക്ഷെ അതിന്റെ ആശയവും അർത്ഥവ്യാപ്തിയും ഒരുപക്ഷെ നമ്മൾ ആ പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല എന്നത് ഒരു സത്യമായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നും ഇൻഷാ അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അക്തറു ദുആഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം വർഷങ്ങൾ ഖിദ്മത്ത് ചെയ്ത പ്രവാചക തിരുമേനിയുടെ ഒരു ഖാദിമായിരുന്നു, ഭൃത്യനായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ദുആകളിൽ ഏറ്റവും കൂടുതലായി ഞാൻ മനസ്സിലാക്കിയത് അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന ദുആയാണ്. അല്ലാഹുവേ, എനിക്ക് ദുനിയാവിലെ എല്ലാ നന്മകളെയും നീ നൽകണമേ, അതേപോലെ പരലോകത്തെ നന്മകളും നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന പ്രാർത്ഥന ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുള്ള രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണ്. ഈ ദുആ സ്വഹാബത്ത് പല ഘട്ടത്തിലും സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു കൊടുക്കുകയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയെ രോഗി സന്ദർശനത്തിന് വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമായൊരവസ്ഥയായിരുന്നു. ഖദ് ഖഫത ഫസ്വാറ മിത്ലൽ ഫർഹ്. അദ്ദേഹം വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിച്ച് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അങ്ങ് ചുരുങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുകയാണ്. അപ്പോൾ ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല ലഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ കുൻത തദ്ഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയ്യാ. നിങ്ങൾ പ്രത്യേകമായി വല്ലതും അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ടോ, ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, രോഗിയായി കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് നമ്മൾ പലപ്പോഴും രോഗി സന്ദർശനങ്ങൾ നടത്താറുണ്ട്. അവിടെ പോയി ദുനിയാവിന്റെ കുറെ വർത്തമാനങ്ങൾ പറഞ്ഞ് തിരിച്ചു പോരുന്നതിന് പകരം അവിടെ ദീനും ദുആയും അതേപോലെ തന്നെ ആഖിറവുമൊക്കെ നമ്മുടെ സംസാര വിഷയമാകണമെന്നുള്ളൊരു പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകുകയാണ്. ആ കൂട്ടത്തിൽ അരുതായ്മകൾ, തെറ്റായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ അവിടെയുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, നന്മകൾ കൊണ്ട് പരസ്പരം ഉപദേശിക്കാൻ, ക്ഷമയും സഹനവും അവലംബിക്കുവാൻ പരസ്പരം പ്രേരിപ്പിക്കാൻ ആ സന്ദർശനങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്, ഗുണകരമാകേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഹാബിയുടെ അവസ്ഥ കണ്ട് പ്രവാചകൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? നഅം കുൻതു അഖൂൽ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ മാ കുൻത മുആഖിബി ബിഹി ഫിൽ ആഖിറ, അല്ലാഹുവേ, എന്നെ നീ ഏതെങ്കിലും തരത്തിൽ പരലോകത്ത് ശിക്ഷിക്കുവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫഅജ്ജിൽഹു ലീ ഫിദ് ദുനിയ, അതെന്നെ ദുനിയാവിൽ വേഗത്തിലാക്കി തരണേ, പരലോകത്ത് എനിക്കത് താങ്ങാൻ കഴിയാത്ത ശിക്ഷ ദുനിയാവിൽ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ തോന്നുന്ന ചില വാചകങ്ങൾ, ചില പ്രാർത്ഥനാ ആശയങ്ങൾ നല്ലതാണ് എന്ന് നമ്മൾ കരുതും, അത് ദോഷകരമായി ഭവിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്ർ ദുആകൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം എന്ന് പറയാൻ, അത് പരമാവധി ശീലിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം. അപ്പൊ ഈ സ്വഹാബി വളരെ താല്പര്യത്തോടു കൂടി പറഞ്ഞതാണ്, പരലോകത്തെ ശിക്ഷയെ താങ്ങാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹുവെ അവിടെ വെച്ച് എന്നെ ശിക്ഷിക്കരുത്, ദുനിയാവിൽ എനിക്ക് ശിക്ഷ തന്നോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു വർത്തമാനമാണ് താങ്കൾ പറഞ്ഞത്, ലാ തുതീഖുഹു, താങ്കൾക്കത് താങ്ങാൻ കഴിയില്ല. അഫലാ ഖുൽത, നിങ്ങൾക്ക് ഇങ്ങനെ പറയാമായിരുന്നില്ലേ, അല്ലാഹുമ്മ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നന്മകൾ നൽകണമേ, പരലോകത്തെ നരകശിക്ഷയിൽ നിന്ന് എന്നെ നീ കാത്തുകൊള്ളണമേ എന്ന് പറയാൻ പാടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഫദ അല്ലാഹ, ആ പ്രാർത്ഥന അദ്ദേഹം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫശഫാഹു, അദ്ദേഹത്തിന് ശമനം നൽകി എന്ന സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ മറ്റൊരിക്കൽ വേറൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂട്ടത്തിലെ ഒരാൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ദുആ ചെയ്യുകയാണ്.
അല്ലാഹുമ്മ ലം തുഅ്തിനി മാലൻ ഫഅതസദ്ദഖ ബിഹി, പടച്ചവൻ എനിക്ക് നീ ധാരാളം സമ്പത്തൊന്നും നൽകിയിട്ടില്ല. ആളുകൾ എല്ലാവരും നന്മയിൽ സ്വതക്കകൾ ചെയ്യുമ്പോൾ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ കൊടുക്കാൻ എന്റെ കയ്യിൽ സമ്പത്തൊന്നും നീ നൽകിയിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ പരീക്ഷിക്കണമേ ബി ബലാഇൻ യകൂനു ഫീഹി അജ്റ, എനിക്ക് നീ പരീക്ഷണങ്ങൾ നൽകിക്കോ, അത് മുഖേന അവരെത്തിപ്പിടിക്കുന്ന പുണ്യവും പ്രതിഫലവും ഒക്കെ നേടുവാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് നീ ബലാഅുകൾ, പരീക്ഷണങ്ങൾ നൽകണേ എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്ത് വർത്തമാനമാണ് നിങ്ങൾ പറയുന്നത്. ലാ തുതീഖുഹു, നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. അള്ളാഹു നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഇറക്കിയാൽ നിങ്ങൾക്കത് താങ്ങാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അലാ ഖുൽത, നിങ്ങൾക്ക് ഇങ്ങനെ പറയാമായിരുന്നില്ലേ, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലെ എല്ലാ നന്മയും പരലോകത്തിലെ സകലമാന ഖൈറുകളും ഹസനത്തുകളും നീ എനിക്ക് നൽകണമേ, അതേപോലെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാമായിരുന്നില്ലേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോടും തിരുത്തി കൊടുത്തത്. അതേപോലെ തവാഫിന്റെ സന്ദർഭത്തിൽ ഹജ്ജിനും ഉംറയും ഒക്കെ നമ്മൾ പോകുമ്പോൾ തവാഫ് നമ്മൾ പരമാവധി നിർവഹിക്കാറുണ്ട്. ആ സന്ദർഭത്തിൽ പ്രത്യേകമായി വന്ന ഒരേ ഒരു ദുആ റുക്കുനുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള പ്രാർത്ഥനയാണ്. ബാക്കി സന്ദർഭങ്ങളിൽ ഏത് പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി പഠിപ്പിച്ച ദുആ അബ്ദുല്ലാഹ് ഇബ്നു സഈബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ ബൈന റുക്നൈൻ, റുക്നുൽ യമാനിക്കും ഹജറുൽ അസ്വദിനും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള പ്രാർത്ഥന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തവാഫ് ചെയ്യുമ്പോൾ ഹബീബ് ഇബ്നു സഹ്ബാൻ അൽ കാഹിലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, കുൻതു അതൂഫു ബിൽ ബൈത്തി വ ഉമർ ഇബ്നുൽ ഖത്താബ് യതൂഫ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യുമ്പോൾ ഞാനും ആ കൂട്ടത്തിൽ കഅബക്ക് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മാലഹു ഖൗലുൻ ഇല്ലാ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആയല്ലാത്ത വേറൊരു ദുആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല എന്ന്. ഏത് സമയത്തും അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോൾ ഇതാണ് അദ്ദേഹം കാര്യമായി ഉരുവിട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബത്ത് ഏറ്റെടുത്ത ഈ ദുആക്ക് എന്താണ് ഇത്ര പ്രാധാന്യവും ശ്രദ്ധയും കിട്ടുവാനുള്ള കാരണം എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തുൽ ബഖറയിലെ 200 മുതലുള്ള 1-2 ആയത്തുകൾ, അതിൽ അല്ലാഹു ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ചെയ്യുന്ന ദിക്റുകളെ സംബന്ധിച്ചാണ് പ്രത്യേകമായി ഉണർത്തിയത്. ഫഇദാ ഖളൈതും മനാസികകും, നിങ്ങൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ നിങ്ങളുടെ വാപ്പമാരെ ഉമ്മമാരെ ഓർക്കുന്നതിനേക്കാൾ കൂടുതലായി പടച്ചറബിനെ ഓർക്കണം. മുഫസ്സിരീങ്ങൾ അവിടെ വിശദീകരിച്ചു, ചെറിയ മക്കൾ അവർ ഏത് സമയവും ഉമ്മ വാപ്പ എന്നിങ്ങനെ പറഞ്ഞ് ഒരാവശ്യവുമില്ലെങ്കിലും നിരന്തരം ഇങ്ങനെ പറയുന്നത് പോലെ എന്നാണ് ഒരു വിശദീകരണം നൽകിയത്. അതല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു രീതി ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ പൂർവ്വ പിതാക്കന്മാരെ സംബന്ധിച്ച്. അത്തരം സന്ദർഭങ്ങളിൽ അവർ ഓർക്കുകയും പലതും പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. അതിന് സമാനമായി അതിനൊരു തിരുത്തോടുകൂടി അള്ളാഹ് പറഞ്ഞത്, ഹജ്ജ് കഴിഞ്ഞാൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ആ ദിവസങ്ങളിൽ നിങ്ങൾ പടച്ചറബിനെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം, അവനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. ഫമിനൻ നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആ കൂട്ടത്തിൽ ചില ആളുകൾ, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ദുആ ചെയ്യാറുണ്ട്, പടച്ചറബിനോട് പലതും ചോദിക്കാറുണ്ട്, ദുനിയാവിനെ കുറിച്ച് മാത്രം. ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ ഹജ്ജിന് പോകുമ്പോൾ ഉംറ നിർവഹിക്കുമ്പോൾ ചെയ്തിരുന്നത്, അവർക്ക് മഴയില്ല, കൃഷി ഒന്ന് ഉഷാറാകണം, അവരുടെ ബിസിനസ് തകരാറിലാണ്, ഒന്ന് മെച്ചപ്പെടണം, ഇങ്ങനെ ദുനിയാവുമായി ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ. അവർ ചോദിച്ചോട്ടെ, പക്ഷെ അള്ളാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് യാതൊരു വിഹിതവും അവർക്കുണ്ടാവുകയില്ല. അവർ ചോദിച്ചതൊക്കെയും ദുനിയാവിന് വേണ്ടി, അതുകൊണ്ട് പരലോകത്തൊന്നുമില്ല. എന്നാൽ വമിൻഹും മൻ യഖൂൽ, വേറെ ചില ആളുകളുണ്ട്, അവർ ചോദിക്കും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ഞങ്ങൾക്ക് നന്മകൾ നൽകണം, നാളെ പരലോകത്തും നീ ഞങ്ങൾക്ക് നന്മകൾ നൽകണം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുകൊള്ളണം എന്നാണ് പറഞ്ഞത്. ഉലൈക ലഹും നസീബും മിമ്മാ കസബു, അവർ സമ്പാദിച്ചതിൽ നിന്ന്, അവർ
ചോദിച്ചതിൽ നിന്ന് അള്ളാഹു അവർക്ക് അവരുടേതായ വിഹിതം നൽകുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു അതിവേഗം വിചാരണ നടത്തുന്നവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവിടെ അള്ളാഹു അവസാനിപ്പിച്ചത്. ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഇന്നല്ലാഹ അർശദ ഇലാ ദുആഇഹി ബഅദ കത്റതി ദിക്രിഹി ഫഇന്നഹു മദിന്നത്തുൽ ഇജാബ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്ത് ഹജ്ജിന്റെ അനുബന്ധമായി നമ്മളോട് നിർദ്ദേശിച്ചു, പടച്ചറബിനോട് ദുആ ചെയ്യാൻ. ബഅദ കത്റതി ദിക്രിഹി, ധാരാളമായി റബ്ബിനെ ഓർത്ത് സ്മരിച്ച് ദിക്റുകൾ പറഞ്ഞതിന് ശേഷം ഫഇന്നഹു മദിന്നത്തുൽ ഇജാബ, അത് ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുള്ള സംഗതിയാണ്. എങ്ങനെ? ഒരു നല്ല കാര്യം, ഒരു നല്ല ഇബാദത്ത് ചെയ്ത് പടച്ച റബ്ബിന് ദിക്റുകൾ ധാരാളമായി സമർപ്പിച്ച് എന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ദുആക്ക് കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്ന വല്ലാത്തൊരു ദുആയാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു എന്നിട്ട് പറഞ്ഞു തന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു, ഫജമഅത് ഹാദിഹി ദഅവതു കുല്ല ഖൈരിൻ ഫിദ് ദുനിയ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന എന്ന് നമ്മൾ ചൊല്ലുന്ന ആ ദുആയിൽ ജമഅത്, അത് ഉൾക്കൊണ്ടിട്ടുണ്ട് കുല്ല ഖൈരിൻ ഫിദ് ദുനിയ, ദുനിയാവിലെ എന്തെല്ലാം നന്മകളുണ്ടോ സകലമാന നന്മകളും അടങ്ങിയിട്ടുള്ള ദുആയാണ്. ആ ചോദ്യത്തിൽ അതെല്ലാം ഉണ്ട്. വസറഫത് കുല്ല ശർരിൻ, എന്തെല്ലാം ഷർറുകൾ ദോഷങ്ങളുണ്ടോ അതെല്ലാം നീക്കാൻ, അതിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തേട്ടമാണ് അതിലുള്ളത്. ഫഇന്നൽ ഹസനത ഫിദ് ദുനിയ, ദുനിയാവിലുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ തശ്മുലു കുല്ല മത്ലൂബിൻ ദുനിയവി, ദുനിയവിയായി നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏത് കാര്യവും അതിലുണ്ട്. നിങ്ങളുടെ മക്കളുടെ കാര്യമാകട്ടെ, ഭാര്യയുടെയോ ഭാര്യ ഭർത്താവിന്റെയോ ബിസിനസിന്റെയോ കൃഷിയുടെയോ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന വചനമാണത്. മിൻ ആഫിയത്തിൻ വദാരിൻ റഹ്ബത്തിൻ, ആഫിയത്ത്, ശരീരത്തിനൊരു സുഖവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ, മനസ്സിനൊരു സന്തോഷമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചതുപോലെ സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, പടച്ച റബ്ബിനോട് നിങ്ങൾ മാപ്പിന് വേണ്ടി ചോദിക്കണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കാൻ. വൽ ആഫിയ, ആഫിയത്തിന് വേണ്ടിയും മനസ്സിനും ശരീരത്തിനുമുള്ള ആരോഗ്യത്തിന് സൗഖ്യത്തിന് വേണ്ടി പടച്ച റബ്ബിനോട് ചോദിക്കണം. എന്നിട്ട് പറഞ്ഞു ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ, ഒരാൾക്ക് നല്ല ഈമാൻ, യഖീൻ, ദൃഢബോധ്യമുള്ള ഉറച്ച ഈമാൻ അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ ഒരാൾക്കും അതിനേക്കാൾ മിച്ചപ്പെട്ട ഒരു ഖൈർ നൽകുന്നില്ല മിനൽ ആഫിയ, ആഫിയത്തല്ലാതെ. അഥവാ ഈമാൻ കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കുവാനുള്ള ഒരു സുസ്ഥിതി. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ദിക്റുകൾ, ദുആകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, നന്മകൾ ചെയ്യാനൊക്കെ മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരം എത്താത്തൊരവസ്ഥ വല്ലാത്തൊരു പ്രയാസമായിരിക്കും. എന്നാൽ ആ ആഫിയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾ തേടുന്ന നിങ്ങളുടെ ശാരീരികമായ മാനസികമായ സുസ്ഥിതി ഈ വചനത്തിൽ അടങ്ങിയിട്ടുണ്ട്. വദാരിൻ റഹ്ബ, അതേപോലെ ഒരു വിശാലത, സൗകര്യമുള്ളൊരു വീട് നിങ്ങളുടെ സ്വപ്നമാണോ കൊതിയാണോ അത് ഈ പ്രാർത്ഥനയിലുണ്ട്. വസൗജത്തിൻ ഹസന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇണ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ, നിങ്ങൾ കൊതിക്കുന്നില്ലേ, അതിനും ഈ പ്രാർത്ഥനയിൽ വിഹിതമുണ്ട്. അതേപോലെ തന്നെ വരിസ്ഖിൻ വാസിഅ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മുട്ടില്ലാതെ ആരുടെയും മുമ്പിൽ ഓച്ചാനിച്ച് കൈനീട്ടാതെ നടക്കണം, നിങ്ങളുടെ ഉപജീവനം ഭംഗിയാകണം, വിശാലമാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ, അതും ഇതിലുണ്ട്. വഇൽമിൻ നാഫിഅ, ഉപകരിക്കുന്ന അറിവ് കിട്ടണം. വഅമലിൻ സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യണം. വമർകബിൻ ഹനീ, നിങ്ങൾക്ക് ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് പോകുവാൻ പറ്റുന്ന സുന്ദരമായ കംഫർട്ടായിട്ടുള്ള ഒരു വാഹനം നിങ്ങളുടെ സ്വപ്നമല്ലേ, അതും ഇതിലുണ്ട്. വസനാഇൻ ജമീൽ, ആളുകളൊക്കെ നിങ്ങൾ നല്ലത് പറയണം, ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇലാ ഗൈരി ദാലിക്, ഇതും ഇതല്ലാത്ത മറ്റെന്തെല്ലാം നന്മകളുണ്ടോ എല്ലാം അടങ്ങുന്ന പ്രാർത്ഥനയാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന എന്നുള്ള പ്രാർത്ഥന. ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സകലമാന ഖൈറുകളും നന്മകളും ഈ പ്രാർത്ഥനയിലുണ്ട് എന്നാണ്. ഭാര്യയും ഭർത്താവും മക്കളും ദുനിയാവിലെ നമ്മുടെ വലിയ ഒരു ഘടകമാണല്ലോ. അത് നന്നായാൽ ഏറ്റവും വലിയ സൗഭാഗ്യവാനായിരിക്കും അത്തരം ആളുകൾ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ചില ആളുകളൊക്കെ വല്ലാതെ വിഷമിക്കുന്ന, കഷ്ടപ്പെടുന്ന, ചിലപ്പോൾ നമ്മളെ പോലെയുള്ള ആളുകളോട് സങ്കടം പറഞ്ഞ് കണ്ണു നിറയുന്ന രംഗങ്ങൾക്ക് സാക്ഷിയാകുവാൻ സാധിച്ചിട്ടുണ്ട്.
നമ്മളെക്കാളൊക്കെ വലിയ പ്രായമുള്ള ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയുകയാണ്. കാര്യം എന്താ? മക്കൾ വിളിക്കുന്നിടത്ത് വരുന്നില്ല, കിട്ടുന്നില്ല. ഭാര്യ വേറൊരു റൂട്ടിലാണ്. ഞാനിതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നുവെങ്കിലും എന്റെ ചെലവിലും എന്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന എന്റെ ഭാര്യ, എന്റെ മക്കൾ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകും. പലരും പൊട്ടിക്കരയുന്നില്ല എന്നേ ഉള്ളൂ, അവരുടെ മനസ്സ് തേങ്ങുന്നുണ്ടാകും. അതുകൊണ്ടാണ് ചീത്തയായ ഭാര്യയാണെങ്കിൽ, ചീത്തയായ ഭർത്താവാണെങ്കിൽ, ചീത്തയായ മക്കളാണെങ്കിൽ നരകതുല്യമായിരിക്കും ആ വീട്. അതുകൊണ്ട് അവിടെ അടിപിടിയും കലഹങ്ങളും കലാപങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ഈ ദുആ മതി അതിനെല്ലാം പരിഹാരമായി. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ നീ നിശ്ചയിച്ചിട്ടുള്ള സകലമാന നന്മകളും ദുനിയാവിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ അതൊക്കെ എനിക്ക് നൽകണേ എന്നാണ് ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ അർത്ഥം. അതേപോലെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖാസിം ഇബ്നു അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ഒരു താബിഈയാണ് എന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട്. മൻ ഉഅതിയ ഖൽബൻ ഷാകിറ, ആർക്കെങ്കിലും ശുക്ർ ചെയ്യുവാനുള്ള മനസ്സ് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആര് നൽകിയാലും ഒരു നന്മ ചെയ്താൽ പടച്ചറബിന്റെ അനേകായിരം എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്ര നന്മ, അതിനൊക്കെ നന്ദിയുള്ളൊരു മനസ്സുണ്ടോ? അതേപോലെ പടപ്പുകൾ ആരെങ്കിലും ഒരു നന്മ നമുക്ക് നൽകി അതിനോട് നല്ല ഒരു പ്രതികരണം, നല്ലൊരു മനസ്സുണ്ടോ എങ്കിൽ വലിസാനൻ ദാക്കിറ, പടച്ചറബിനെ കുറിച്ച് നല്ലത് പറയുന്ന, എപ്പോഴും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ അനേകം ദിക്ർ ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയാൻ പറ്റിയൊരു നാക്കും നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടോ? വജസദൻ സ്വാബിറ, പ്രയാസങ്ങളിൽ ക്ഷമിക്കുവാൻ, സഹിക്കാൻ, നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ശരീരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഫഖദ് ഊതിയ ഫിദ്ദുനിയ ഹസന, അയാൾക്ക് ദുനിയാവിലെ എല്ലാ നന്മയും കിട്ടിയെന്നാണ്. വഫിൽ ആഖിറതി ഹസന, പരലോകത്തെ നന്മയും അയാൾക്ക് ലഭ്യമായി. വവൂഖിയ അദാബന്നാർ, നരകത്തിലെ ശിക്ഷയിൽ നിന്നും അയാൾക്ക് കിട്ടി, നരകത്തിലെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷയും അയാൾക്ക് കിട്ടി. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾക്കും ഏറ്റവും ഉപകാരപ്രദമായ ഫലപ്രദമായ മാർഗമാണ് അദ്ദേഹം പറഞ്ഞത്. നല്ല നന്ദി ചെയ്യാനുള്ള മനസ്സും പടച്ചറബിനെ പ്രകീർത്തിക്കുന്ന നാവും സഹിക്കുവാനും ക്ഷമിക്കുവാനും സന്നദ്ധമായ ശരീരവും ഉണ്ടെങ്കിൽ ദുനിയാവിലും ഖൈറായി, പരലോകത്തെയും നന്മയായി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുമായി എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സ്വന്തമായി വല്ല കാര്യങ്ങളും ദുആ ചെയ്യാൻ ഉദ്യമിച്ചാൽ ഈ ദുആയായിരുന്നു അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നത് എന്നാണ്. ഇദാ അറാദ അൻ യദ്ഉ ബിദഅവത്തിൻ ദആ ബിഹാ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കും. ഒരിക്കൽ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. ആ കൂട്ടത്തിൽ ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇന്ന ഇഖ്വാനക യുഹിബ്ബൂന അൻ തദ്ഉ ലഹും, അങ്ങ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫഖാല അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ അത് എപ്പോഴും കേട്ടു പരിചയമുള്ളത് കൊണ്ട്, അതിന്റെ ആശയ തലങ്ങളെ കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ട് അവര് അത് മതിയാകാത്ത പോലെ വതഹദ്ദസു സാഅതൻ, പിന്നെയും കുറെ നേരം സംസാരിച്ചു. ഇദാ അറാദുൽ ഖിയാം, അങ്ങനെ അവരെ എഴുന്നേറ്റ് പോകുവാൻ ഉദ്ദേശിച്ചപ്പോൾ ഖാല, അവരിൽ ഒരാൾ പറഞ്ഞു, യാ അബാ ഹംസ ഇന്ന ഇഖ്വാനക യുരീദൂനൽ ഖിയാം ഫദ്ഉ ലഹു, അവർ പോകാൻ പോവാണ്, അതുകൊണ്ടൊരു ദുആ ചെയ്യണം അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, തുരീദൂന അൻ ഉശഖിക ലകുമുൽ ഉമൂർ, ഞാൻ പറഞ്ഞു തന്ന ദുആ നിങ്ങൾക്ക് പോരെ. ഇദാ ആതാകുമുല്ലാഹു ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവിലും നാളെ പരലോകത്തും നന്മ നൽകിയാൽ പരലോകത്തിലെ നന്മയിൽ സ്വർഗം, അതേപോലെ ഹിസാബ് എളുപ്പമാകൽ, ഇങ്ങനെ എല്ലാ നന്മകളും ദുനിയാവിലും നാളെ പരലോകത്തും നിങ്ങൾക്ക് കിട്ടി. വവഖാകും അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ കാക്കുകയും ചെയ്താൽ ഫഖദ് ആതാകുമുൽ ഖൈറ കുല്ലഹു, എല്ലാ നന്മയും അതിൽപ്പെട്ടു. ഒരു നന്മയും അതല്ലാത്ത വേറെയില്ല. ദുനിയാവിലെ സകലമാന നന്മയും പരലോകത്തിലെ എല്ലാ ഗുണങ്ങളും നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷയും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ലാത്ത വേറെ എന്താണുള്ളത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥവും വിശാലതയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായി പടച്ചറബിനോട് തേങ്ങി തേങ്ങി നമുക്ക് പറയുവാനുള്ള പ്രാർത്ഥനാ വചനമാണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു നമുക്കെല്ലാവർക്കും ദുനിയാവിലും നാളെ പരലോകത്തും ഖൈറുകൾ നൽകി നന്മകൾ നൽകി ആദരിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. ദുനിയാവിലെ നല്ല സമ്പാദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ മക്കൾ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സംഗതികളുണ്ട്. മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. ഈ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമൊക്കെയായ ഒരു കാര്യം, മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തന്നെ പെട്ട, അങ്ങനെ പേര് പറയപ്പെടുന്ന ഒരു മകൻ സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്ന വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വായിച്ചിട്ടുണ്ടാകും. അതേപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി അധ്യാപകനെ മുഖത്ത് നോക്കി പുറത്തിറങ്ങിയാൽ വകവരുത്തും എന്ന് പറഞ്ഞ മക്കൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയുടെ പ്രതീകങ്ങളാണ്. അപ്പോൾ അവർ എങ്ങനെ ആ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ ഉമ്മയുടെ കഥയൊക്കെ കേട്ടാൽ ഹൃദയം പൊട്ടി വിങ്ങുന്ന അല്ലെങ്കിൽ കണ്ണ് നിറയുന്ന രീതിയിലല്ലാതെ വരികൾ വായിച്ചു തീർക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. വാപ്പ ചെറുപ്പത്തിൽ ഇട്ട് ഒഴിവാക്കി പോയപ്പോൾ ആ ഉമ്മ എടുത്തു വളർത്തി അവന് വലുതാക്കിയതാണ്. നല്ല മകനാണവൻ. പക്ഷേ അവൻ ലഹരിയുടെ അടിമയായപ്പോൾ, അവൻ പലതരത്തിലുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ അമർന്നപ്പോൾ അവന് വാപ്പയാര, ഉമ്മയാര, പെങ്ങളാര എന്നൊന്നും അറിയാത്ത അവസ്ഥയിലേക്ക് അവൻ മാറി. അയൽപക്കത്ത് നിന്ന് മൂർച്ചയുള്ള വെട്ടുകത്തി അല്ലെങ്കിൽ വാക്കത്തി വാങ്ങിച്ച് അതുകൊണ്ട് രോഗിയായി കിടക്കുന്ന ഉമ്മയെ വെട്ടിമുറിക്കുവാൻ മാത്രം അവനെ ചെയ്യിപ്പിച്ചത് ലഹരിയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളുടെ മക്കളൊക്കെ വിദ്യാലയങ്ങളിലേക്ക്, കലാലയങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ കൂട്ടുകെട്ടുകൾ ആരൊക്കെയുമായിട്ടാണ്, അവരെങ്ങനെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ദുആ ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി പടച്ചിറപ്പിന്റെ നിയന്ത്രണങ്ങളിലാണ് അവരുള്ളത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കാൻ, ലഹരിക്കെതിരെ ജാഗ്രത പാലിക്കുവാനും നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. സങ്കടകരെന്ന് പറയട്ടെ, നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചില ദുഷ്ട മുതലാളിമാരുടെ മനസ്സ് പോലെ എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കണമെന്നല്ലാതെ അതിന് ബീവറേജസും അതേപോലെയുള്ള ബിയർ പാർലറുകളും ഒക്കെ തുറന്നു കൊടുക്കുവാനുള്ള രീതിയാണെങ്കിലും അതൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ആയി പൈസ ഖജനാവിലേക്ക് വരണം, അവരുടെ കാര്യങ്ങൾ നടക്കണം എന്ന രീതിയിലാണ്. എത്രയോ കോടികളാണ് സഹോദരങ്ങളെ സർക്കാർ തന്നെ ലഹരി വിരുദ്ധമായ പ്രചാരണങ്ങൾക്ക്, ബോധവൽക്കരണത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ഒരു തരം കാപട്യത്തിന്റെ ശൈലി പോലെയാണ് നമുക്കത് കാണുവാൻ സാധിക്കുന്നത്. അഥവാ ഒരു വശത്തിലൂടെ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റൊരു വശത്തിലൂടെ ലഹരിക്കെതിരെ പ്രസംഗിക്കുകയും ചെയ്യുക എന്നത് ഒരു ശരിയായ സമീപനമല്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഭാഗത്തെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലെ സിസ്റ്റവും സംവിധാനങ്ങളും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുക, അവർക്ക് വേണ്ടി പ്രത്യേകം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ പ്രത്യേകം ആ പ്രാർത്ഥനയിൽ അവസാനം പറഞ്ഞ വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന ഭാഗം, അതും വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിലെ 24-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു പരലോകത്ത് പിടിച്ചു നിർത്തുമെന്നാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. എവിടെ പോകാൻ? അവിടെ നിൽക്കവിടെ, അവരോട് ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു രംഗം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മന്നൂഖിഷ ഉദ്ദിബ്, ആരുടെയെങ്കിലും ഹിസാബ്, കണക്ക് പുസ്തകം നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കാൻ നിന്നാൽ അയാളുടെ കാര്യം നശിച്ചത് തന്നെ, അയാൾ ശിക്ഷിക്കപ്പെട്ടത് തന്നെ, ഹിസാബ് പോലും താങ്ങാനാവുകയില്ല എന്ന്. അതുകൊണ്ട് പരലോകത്തെ ഹിസാബ് നമുക്ക് എളുപ്പമാകാൻ
നമ്മൾ പോകുന്ന ഖബറും പരലോകവും ഒക്കെ നമുക്ക് ആശ്വാസകരമാകാൻ ഈ പ്രാർത്ഥന പഠിച്ചറിഞ്ഞ അർത്ഥം ഉൾക്കൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും ഒക്കെ എല്ലാ കെടുതികളിൽ നിന്നും ശർറുകളിൽ നിന്നും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരലോകത്ത് അവരെയും നമ്മെയും അള്ളാഹുവിന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه.